കൃപാസനത്തിൽ മറിയൻ പ്രത്യക്ഷീകരണത്തിന്റെ കൃതജ്ഞതാ ദിനം ആചരിച്ചു. മറിയൻ പ്രത്യക്ഷീകരണത്തിന്റെ അനുസ്മരണ ദിനമായ ഡിസംബർ 7 ഞായറാഴ്ച അതിരാവിലെ ആലപ്പുഴ കലവൂർ കൃപാസനം മറിയൻ സന്നിധാനം പൊതുജനങ്ങളുടെ വണക്കാദരവുകൾക്കും വ്യക്തിഗത പ്രാർത്ഥനയ്ക്കുമായി തുറന്നു നൽകി. വിവിധ സമയങ്ങളിൽ നടന്ന ദിവ്യബലി അർപ്പണത്തിന് റവറൻ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ, റവറൻ ഫാദർ ക്രിസ്റ്റഫർ എം അർദ്ധശ്ശേരിൽ, റവറൻ ഫാദർ ജോസഫ് അൽഫോൺസ്, റവറൻ ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിൽ എന്നിവർ കാർമ്മികരായി. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണ സമയത്തെ അനുസ്മരിച്ച് ഉച്ചകഴിഞ്ഞ് 2:30 നടന്ന മരിയൻ ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് കൃപാസനം സ്ഥാപക ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ നേതൃത്വം നൽകി. റവറൻ സിസ്റ്റർ ജോമോൾ കൃപാസനം OCV ആരാധന ശുശ്രൂഷ സഹായിയായി. 2 ലക്ഷത്തോളം പേർ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. തീർത്ഥാടകർക്കായി നേർച്ച ഭക്ഷണം ഒരുക്കിയിരുന്നു. സ്പിരിച്വൽ ആനിമേറ്റർ റവറൻ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ, ജനറൽ മാനേജർ സണ്ണി പരുത്തിയിൽ, വൈസ് ഡയറക്ടർ തങ്കച്ചൻ പനക്കൽ, ഫിനാൻസ് മാനേജർ ജോസഫ് അരൂർ, മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ സെക്രട്ടറി റവറൻ സിസ്റ്റർ ജോമോൾ കൃപാസനം OCV, PRO എഡ്വേർഡ് തുറവൂർ, കൃപാസനം സെക്രട്ടറി TX പീറ്റർ, കൾച്ചറൽ സെക്രട്ടറി ജോസി കണ്ടക്കടവ്, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ റോബർട്ട് കണ്ണൻചിറ, ഫുഡ് കമ്മിറ്റി കൺവീനർ ജോഷി തങ്കി, ഷാജി കണ്ടനാട്, ഔസേബ് തയ്യിൽ, സേവ്യർ പൊളശ്ശേരി, തങ്കച്ചൻ, വിൻസെന്റ് ഫെർണാണ്ടസ് എന്നിവർ തീർത്ഥാടന ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി.